എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വിഷ്ണു വാടക വീട് കാണാൻ വേണ്ടി പോകുന്നതും അവിടെ ശാലിനി വരുന്നതും, അപ്പം വിഷ്ണുവിനോട് ജോലിയൊക്കെ അയാൾ ചോദിക്കുന്നതും, ശാലിനി വന്നപ്പോൾ വീട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം വിഷ്ണു പറയുന്നു, എനിക്ക് വീട് തീരെ ഇഷ്ടപ്പെട്ടില്ല, അത് വേണ്ട എന്ന് പറയുന്നു. അപ്പം ശാലിനി പറയുന്നത് അതെന്താണെന്ന് ചോദിക്കുന്നു. അല്ല, നമുക്ക് സാറ് പറഞ്ഞ പോലെ ഇത്രയും പൈസയൊന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ല, അതുപോലെ കലക്ടർ ഔദാര്യത്തിൽ ജീവിക്കാനും എനിക്ക് വയ്യ എന്നുള്ള രീതിയിലൊക്കെ പറയണം. വിഷ്ണുവിന് അത് ഭയങ്കരമായിട്ട് കൊള്ളുന്നുണ്ട്, തനിക്ക് ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ഇത്. അപ്പം വിഷ്ണു ശാലിനിയോട് പറയുന്നു, എനിക്കിപ്പോൾ ഒരു ജോലിയാണ് ആവശ്യം, അതെങ്ങനെയും കണ്ടെത്തണം, എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ശാലിനി പറയുന്നു, വിഷ്ണു എന്നെ ഇങ്ങനെയാണോ കാണുന്നത്, നമ്മൾ തമ്മിലുള്ള കണക്കല്ലേ. അങ്ങനെയൊക്കെ രണ്ടുപേരും സംസാരിക്കുകയാണ്. പിന്നീട് കാണുന്നത് നമ്മുടെ ഉപേന്ദ്രൻ സത്യഭാമയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഉപേന്ദ്രൻ കാല് ചവിട്ടുമ്പോൾ തന്നെ രാഘവൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് കയറുന്നൊക്കെ പറയുന്നു. അങ്ങനെ അവിടെ വെച്ച് ഭയങ്കര സീനൊക്കെ ആവുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാവുന്നു. സത്യഭാമ ഉപേന്ദ്രനെ അടിക്കുന്നു. ആ സമയത്ത് തന്നെ സുസ്മിതയും അങ്ങോട്ടേക്ക് വരുന്നു. സുസ്മിതയും അതും ഇതൊക്കെ പറയുന്നു, ഈ വീട് ഞങ്ങൾ വ്യഭിചാരശാലയാക്കും, കള്ള് ഷാപ്പാക്കും, മദ്യം കലക്കേറിയും, അങ്ങനെ അത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിഷ്ണു അങ്ങോട്ടേക്ക് വരുന്നു. വിഷ്ണുവിനോടും പറയുന്നു. അപ്പോൾ വിഷ്ണു ഉപേന്ദ്രനെ തള്ളി കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുകയാണ്. അവസാനം സുസ്മിത വിടാനൊക്കെ പറയുന്നു. അപ്പോൾ രാഘവനോട് പറയുന്നുണ്ട്, ഇവള് കാരണം നിൻ്റെ കുടുംബവും കൂടെ പോകും, അന്നേരം നീ പഠിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ അതും ഇതും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. ഇറങ്ങി പോകുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സത്യഭാമയും അതുപോലെ രാഘവൻ നായരും നമ്മുടെ വിഷ്ണു ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ വീട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ വിഷ്ണുവിന് ഇവർ പറഞ്ഞ ഓരോ വാക്കുകളും ഇങ്ങനെ ചെവിയിൽ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ശാലിനി മിനിസ്റ്ററെ പോയി കാണുകയാണ്, കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയാണ്, ഇതിങ്ങനെ കള്ളക്കേസിൽ ആയിപ്പോയതാണ്, അല്ലാതെ അവരൊന്നും അറിഞ്ഞിട്ടല്ല, എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. പിന്നീട് നമ്മുടെ വിഷ്ണു ജോലി അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ ചെല്ലുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും ജോലി തരാൻ പറയുന്നു. അപ്പോൾ അയാൾ പറയുന്നു, എന്തെങ്കിലും ജോലിയല്ല, ഇവിടെ അക്കൗണ്ട്സിൻ്റെ ജോലിയുണ്ട്, പക്ഷേ വിഷ്ണുവിന് അത്രയുള്ള എഡ്യൂക്കേഷനൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ പറയണം. അപ്പം വിഷ്ണു അത് കേട്ട് ഭയങ്കര മാനസിക വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സീനിലാണ് നാളത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.